സോ എല്ലാ ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റേഴ്സും പറയുന്ന പോലെ നിങ്ങൾ ഒരു മാസം ഇത്ര രൂപ വെച്ച് സേവ് ചെയ്യണം, ഇത്ര രൂപ മാത്രമേ ചിലവാക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു ക്ലീഷേ വീഡിയോ അല്ലേ ഇത്. നേരെ മറിച്ച് നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ഒരു ഫൈനാൻസ് നോളജ് മാത്രമുള്ള ഒരാളാണെങ്കിൽ പോലും എനിക്ക് നിങ്ങൾക്ക് ഉറപ്പുവരാൻ പറ്റും, ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ബഡ്ജറ്റിങ്ങിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന. സോ പണ്ടൊരു സിനിമയിൽ നമ്മുടെ ജഗതി ചേട്ടൻ പറഞ്ഞതുപോലെ വെറും 1200 ഉലുവ നമുക്കത് തീർത്ത് വലിക്കാൻ തയ്ക്കും, നമുക്ക് മാസം ഒരു 10,000 രൂപ കിട്ടുന്ന ജോലിയാണ്. അങ്ങനത്തെ മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ബഡ്ജറ്റിംഗ് വഴി കുറെ പൈസയെങ്കിലും നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. സോ എൻ്റെ കരിയറിന്റെ തുടക്കത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബഡ്ജറ്റിംഗ് ഫോളോ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ. സോ നിങ്ങൾ എന്നെ പോലെ ബഡ്ജറ്റിംഗ് ഫോളോ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കറന്റ് ബഡ്ജറ്റിംഗ് ഫോളോ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമന്റ്സിൽ ഷെയർ ചെയ്യാം. സോ ഈ ഒരു ഫൈനാൻസിനെ പറ്റിയിട്ടും ബഡ്ജറ്റിങ്ങിനെ പറ്റിയിട്ട് സംസാരിക്കുന്ന ഞാൻ വളരെ ബോറിംഗ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു ബേസിക് ഫൈനാൻഷ്യൽ നോളജ് കൈവരിക്കേണ്ടതും അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ബഡ്ജറ്റിങ് എനിക്ക് വളരെ കാലം ഫോളോ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല. അല്ല, അതിന്റെ റീസൺ ഞാൻ വഴിയെ പറഞ്ഞുതരാം. സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഡിസിപ്ലിൻ ഇല്ല, ലൈഫ് ഭയങ്കര ഗോ വിത്ത് ദ ഫ്ലോ അവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുകയാണെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബഡ്ജറ്റിംഗ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷെ അതൊരു ആദ്യ പടിയായിട്ട് മാത്രം കാണുക. ലോങ് ടേമിൽ ബഡ്ജറ്റിംഗ് ഒരിക്കലും നിങ്ങൾ റിച്ച് ആക്കത്തില്ല. സോ നമ്മൾ എല്ലാ വീഡിയോസിലും ചെയ്യുന്ന പോലെ ഇനി ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങിയാലോ. സോ ഒരിടത്ത് 2 കൂട്ടുകാരുണ്ടായിരുന്നു, രാമുവും സോമുവും. രണ്ടുപേരും ഒരുമിച്ച് ഒരേ സ്കൂളിൽ പഠിച്ച് കളിച്ച് നടന്നു വന്നവരായിരുന്നു. സോ അങ്ങനെ അവർ സ്കൂളിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു സ്ഥലത്തുള്ള ടോപ്പായിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ ഫൈനാൻസ് സെക്ടറിൽ അഡ്മിഷൻ കിട്ടുകയുണ്ടായി. അങ്ങനെ 3 വർഷം പോയതറിഞ്ഞില്ല. കോഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് രണ്ടുപേരും 2 സ്ഥലത്ത് ജോലിക്ക് പോകാനും തുടങ്ങി. ഫസ്റ്റ് രാമു എന്ത് ചെയ്തെന്ന് നമുക്ക് നോക്കാം. സോ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ രാമുവിൻ്റെ പേരൻസ് പൈസ വളരെ സൂക്ഷിച്ച് ചെലവാക്കാനായിട്ട് അവനെ ശീലിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പൈസ എന്ന് എപ്പോഴൊക്കെ കേൾക്കുന്നോ അപ്പോഴൊക്കെ അവന് ഒരു ഭയം ഉണ്ടായിരുന്നു. നമ്മുടെ ഒട്ടുമിക്കവരുടെയും അവസ്ഥ ഇത് തന്നെ ആയിരിക്കും അല്ലേ. സോ ഇനി നമുക്ക് സോമു എന്ത് ചെയ്തെന്ന് നോക്കാം. സോ രാമുവിന്റെ പാരൻസിനെ പോലെ തന്നെ സോമുവിന്റെ പാരൻസും പൈസ സൂക്ഷിച്ച് ചെലവഴിക്കാനായിട്ട് സോമുവിനെ ശീലിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സോമുവും ബഡ്ജറ്റിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ആളായിരുന്നു. പക്ഷെ അത് കൂടാതെ എക്സ്ട്രാ ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് സോമു ടൈം സ്പെൻഡ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അവനൊരു കാര്യം മനസ്സിലായി, ബഡ്ജറ്റിംഗ് മാത്രം ഫോളോ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമില്ല. എക്സ്ട്രാ ഇൻകം സോഴ്സസ് ബിൽഡ് ചെയ്ത് അതിൻ്റെ കൂടെ ബഡ്ജറ്റിങ്ങും ഇൻവെസ്റ്റ്മെന്റും ഒരുമിച്ച് കൊണ്ടുപോയാൽ മാത്രമേ ഫൈനാൻഷ്യൽ ഫ്രീഡം കൈവരിക്കാൻ പറ്റുമെന്ന് സോമുവിന് മനസ്സിലായി. സോ ഇനി ഞാൻ എന്തുകൊണ്ടാണ് ബഡ്ജറ്റിംഗ് സ്റ്റോപ്പ് ചെയ്തതിനുള്ള റീസൺ പറയാം. സോ ഇതാണ് എൻ്റെ സെപ്റ്റംബർ 2024 എക്സ്പെൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഞാൻ എവിടെയൊക്കെ പൈസ സ്പെൻഡ് ചെയ്തിരുന്നു അതെല്ലാം ഞാൻ ഡെയിലി ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഇതിനു വേണ്ടി ഞാൻ ഡെയിലി 15 to 20 മിനിറ്റ്സും സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ നേരെ മറിച്ച് ഈ ഒരു സമയം എന്തെങ്കിലും അഡീഷണൽ സ്കിൽസ് പഠിക്കാനായിട്ട് ഞാൻ യൂട്ടിലൈസ് ചെയ്തിരുന്നെങ്കിൽ മേ ബി ബഡ്ജറ്റിംഗ് വഴി സേവ് ചെയ്യാൻ പറ്റിയിരുന്നതിൻ്റെ ഇരട്ടി പൈസ എനിക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുമായിരുന്നു. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, 2025 ബഡ്ജറ്റിംഗ് വഴി നിങ്ങൾക്ക് റിച്ച് ആകാനായിട്ട് പറ്റുമോ? സോ എനിക്കറിയാം ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നുള്ളത്. അതുപോലെ തന്നെ കുറെ പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ കണക്ട് ചെയ്യാനും പറ്റിയിട്ടുണ്ടാവും. സോ എന്തൊക്കെയായാലും ഫൈനാൻസിന്റെ കാര്യത്തിൽ നമ്മൾ മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുക. ഒരുപാട് ബ്ലഫായിട്ടുള്ള ഫൈനാൻസ് റിലേറ്റഡ് കണ്ടന്റ്സിന്റെ ഇടയിൽ നമ്മുടെ ചാനൽ മിസ്സായി പോകാതിരിക്കാനായിട്ട് ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുന്നത് കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ ഇനി എഫക്റ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Until then, bye.